4-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് ചില കാര്യങ്ങളും കൂടെ വേഗത്തിലൊന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ, ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. വാക്യം ഇങ്ങനെയാണ്: അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്നു മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടിട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നത് കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഈ രാജഭൃത്യൻ അപേക്ഷിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ. ഒന്നുകൂടെ പറഞ്ഞാൽ താൻ പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നുവോ അതൊന്നും വ്യർത്ഥമായി പോകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയും വ്യർത്ഥമായി പോകയില്ല? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യർത്ഥമായി പോകയില്ല. എത്ര പേർക്കൊന്ന് പറയാൻ കഴിയുന്നുണ്ട്? ഹോളി സ്പിരിറ്റ്, അത് വ്യർത്ഥമായി പോകത്തില്ല. ഈ പ്രാർത്ഥന വ്യർത്ഥമാകയില്ല. ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും വ്യർത്ഥമാകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നത് കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കർത്താവ്. ഈ രാജഭൃത്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല. പക്ഷേ രാജഭൃത്യന്റെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല കർത്താവ്, അവനെ പറഞ്ഞു വിട്ടു. അമേ, നമുക്ക് ആ ഭാഗം വായിക്കാം. യേശു അവനോട് 48-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. യേശു എന്താണോ പറഞ്ഞത് ആ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. ഓ, ദൈവത്തെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഒന്ന് ദൈവസന്നിധിയിൽ പറയുമോ, ഞാൻ അപേക്ഷിക്കുന്ന അപേക്ഷകളൊന്നും വൃഥാവായി പോകാൻ യേശു അനുവദിക്കത്തില്ല. ആ രാജഭൃത്യൻ വളരെ നിരാശയോടുകൂടെയാണ് വന്നത്, വളരെ ഭാരത്തോടുകൂടെയാണ് വന്നത്, വളരെ വിഷമമുണ്ട്. കാരണം ആ രോഗമായി കിടക്കുന്ന തൻ്റെ കുഞ്ഞ് മരിക്കുമെന്നുള്ള നിലകളിൽ സാഹചര്യം പ്രതികൂലമായി നിൽക്കുകയാണ്. ഇനി ഒരിക്കലും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ലെന്ന് പറയുന്ന ജീവിത സാഹചര്യം ഈ രാജഭൃത്യൻ്റെ വീട്ടിൽ വ്യാപരിക്കുകയാണ്. പക്ഷേ രാജഭൃത്യൻ ഒരു കാര്യം മനസ്സിലായി. ഈ കാനാവിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ആമേൻ, ഒരു യേശുവുണ്ട്. അവൻ്റെ അടുക്കൽ ചെന്നാൽ എൻ്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. ഓ, ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് അങ്ങനെ ചില ദൈവിക നിയോഗത്തിൻ്റെ ഉറപ്പുകൾ ഇന്ന് പകലിൽ പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്? കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഈ പകലിൽ അസാധാരണമായ ചില പ്രവർത്തികൾ ഹല്ലേലൂയ. ഓ റൈറ്റ്, അങ്ങനെ ചില പ്രവർത്തികൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ. ഓ, ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് നമ്മൾ യേശുവിനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലത് ചെയ്യും. നമ്മുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഒക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ അറിഞ്ഞിട്ടുണ്ടത്? എന്നാൽ ഇന്ന് പകലിൽ ഒന്നുകൂടെ ആഴത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയട്ടെ, ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ നടുവിൽ യേശു കർത്താവ് ഇനിയും ചില അത്ഭുതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയാകില്ല. ഇന്നലകളിൽ നീ കരഞ്ഞ വിഷയത്തെ യേശുവിനറിയാം. ഇന്നലകളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച ആവശ്യങ്ങളെ കർത്താവിനറിയാം. കർത്താവ് അതൊന്നും വെറുതെ നിന്നെ മടക്കി അയക്കുകയില്ല. പ്രാർത്ഥിച്ചവൻ അറിയാം ഇതിൻ്റെ മറുപടി. അവിടെ ഏത് വിഷയത്തിലാണോ പ്രാർത്ഥിച്ചത് ആ വിഷയത്തിൽ മറുപടി വെളിപ്പെടുക തന്നെ ചെയ്യും. നിന്റെ മക്കൾക്ക് വേണ്ടിയാണോ നീ മനമുരുകി പ്രാർത്ഥിച്ചത്? നിന്റെ വീടിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? നിന്റെ രോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണോ നീ ഇടിവിൽ നിന്നത്? ഓ, പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാതിരിക്കത്തില്ല. അവൻ ഇന്ന് പകലിലും അസാധാരണമായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ചേർന്നെന്ന് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.